ക്രൂരമായ ഫൽഗാം അറ്റാക്കിനെതിരെ ഇന്ത്യയുടെ തിരിച്ചടി. പാകിസ്ഥാനിലെയും POKയിലെയും 9 ഭീകര ക്യാമ്പുകളിലേക്ക് ഇന്ത്യയുടെ മിസൈൽ റാഫേൽ വിമാനങ്ങളിൽ നിന്നും കുതിച്ചിറങ്ങി. ഏപ്രിൽ 22, 2025 ഫൽഗാം അറ്റാക്ക്. ഇന്ത്യക്ക് 26 നിരപരാധികളായ ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ. ഫൽഗാം അറ്റാക്കിന് തിരിച്ചടിയായി ഇന്ത്യയുടെ 3 സായുധ സേനകൾ ഒരുമിച്ച് തന്ത്രപരമായി ഡിസൈൻ ചെയ്തതാണ് ഓപ്പറേഷൻ സിന്ദൂർ. പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലെയും POKയിലെയും ഭീകര താവളങ്ങൾ ഇല്ലാതാക്കുക. 2025 മെയ് 7 പുലർച്ചെ 1:05 മുതൽ 1:30 വരെ ഇന്ത്യയുടെ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകൾ ഉപയോഗിച്ച് 9 ഭീകര ക്യാമ്പുകൾ തകർത്തു. ഇന്ത്യ തകർത്ത POKയുടെ ഭീകര ക്യാമ്പുകൾ. ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ. 24 മിസൈൽ കൊണ്ട് 9 ക്യാമ്പുകൾ ചാരമാക്കി. ഏതാണ്ട് 26 ഭീകരർ കൊല്ലപ്പെട്ടു. വെറും മെറ്റൽ പീസുകൾ കാണിച്ച് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നവർ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം എന്താണ് സത്യമെന്ന്. ലോകമെമ്പാടുമുള്ള പ്രധാന രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. ഭീകരർക്കെതിരെയാണ് ഇന്ത്യ ശക്തമായ നിലപാട് ഉന്നയിച്ചത്, അല്ലാതെ പാകിസ്ഥാൻ മിലിറ്ററിയോടോ ജനങ്ങൾക്കെതിരെയല്ല. വർഷങ്ങളായി ഇന്ത്യ ഭീകരവാദം കാരണം കഷ്ടപ്പെടുന്നു. 2001 പാർലമെന്റ് അറ്റാക്ക്, 2006 മുംബൈ അറ്റാക്ക്, 2008 മുംബൈ അറ്റാക്ക്, 2016 ഉറി അറ്റാക്ക് ആൻഡ് 2019 പുൽവാമ അറ്റാക്ക്. ഇന്ത്യ ഫൽഗാം ഭീകരർക്കെതിരെ മാത്രമല്ല തിരിച്ചടിച്ചത്, പകരം ഇതുവരെ ഇന്ത്യയെ മുറിവേൽപ്പിച്ചിട്ടുള്ള ഭീകരർക്കെതിരെയാണ്. 24 ബാക്കിയുള്ള ഭീകര ക്യാമ്പുകൾക്കെതിരെയും ഇന്ത്യ ഇതേ മറുപടി നൽകും ഓപ്പറേഷൻ സിന്ദൂർ 2.0യിലൂടെ. ഇന്ത്യയുടെ റാഫേൽ ജെറ്റിൻ്റെ പ്രത്യേകതകൾ. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച ആയുധങ്ങൾ. ഇന്ത്യൻ മിലിറ്ററിക്കും ഗവൺമെൻറ്റിനും സല്യൂട്ട്. ജയ് ഹിന്ദ്.